അധ്യായമാണ്. കോടിക്കണക്കിന് വർഷങ്ങളോളം ഭൂമി അടക്കി വാഴുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്ത ഈ ഭീമാകാരന്മാരായ ജീവികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഉത്ഭവം. ദിനോസറുകൾ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം 24.3 കോടി വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിലാണ്. തുടക്കത്തിൽ ഇവ താരതമ്യേന ചെറുതും അപ്രധാനവുമായ ജീവികളായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലുണ്ടായ ഒരു വലിയ കൂട്ടവംശനാശം ഏകദേശം 23.3 കോടി വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുണ്ടായത് ദിനോസറുകൾക്ക് വളരാനും ആധിപത്യം സ്ഥാപിക്കാനും വഴിയൊരുക്കി. ഈ വംശനാശം ഭൂമിയിൽ പുതിയ ആവാസ വ്യവസ്ഥകൾക്ക് രൂപം നൽകി. ദിനോസറുകൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ഇത് സഹായകമായി. ദിനോസർ യുഗം, മെസോസോയിക് യുഗം. ദിനോസറുകൾ ഭൂമിയിൽ ആധിപത്യം പുലർത്തിയ കാലഘട്ടത്തെ മെസോസോയിക് യുഗം എന്ന് വിളിക്കുന്നു. ഇത് 3 പ്രധാന കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ട്രയാസിക് കാലഘട്ടം ഏകദേശം 25.2 കോടി വർഷം മുതൽ 20.1 കോടി വർഷം വരെ ദിനോസറുകൾ ഉത്ഭവിച്ചതും പരിണമിക്കാൻ തുടങ്ങിയതുമായ കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ അവ വലിയ മൃഗങ്ങളായി മാറാൻ തുടങ്ങി. ജുറാസിക് കാലഘട്ടം ഏകദേശം 20.1 കോടി വർഷം മുതൽ 14.5 കോടി വർഷം വരെ ദിനോസറുകൾക്ക് ഏറ്റവും കൂടുതൽ വലുപ്പവും വൈവിധ്യവും കൈവന്ന കാലഘട്ടമാണിത്. ഭീമാകാരന്മാരായ സൗറോപോഡുകൾ, ഉദാഹരണത്തിന് ബ്രാച്ചിയോസോറസ്, ഡിപ്ലോഡോക്കസ്, ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പറക്കുന്ന ടെറോസോറുകളും, ടെറോസോർസ് സമുദ്രത്തിലെ ഇക്തിയോസോറുകളും, ഇക്തിയോസോർസ്, പ്ലീസിയോസോറുകളും, പ്ലീസിയോസോർസ് ഈ കാലഘട്ടത്തിൽ സാധാരണമായിരുന്നു. ക്രിട്ടേഷ്യസ് കാലഘട്ടം ഏകദേശം 14.5 കോടി വർഷം മുതൽ 6.6 കോടി വർഷം വരെ ദിനോസർ യുഗത്തിലെ അവസാനത്തെയും ഏറ്റവും വൈവിധ്യപൂർണമായതുമായ കാലഘട്ടമാണിത്. റെക്സ്, ടീറെക്സ്, ട്രൈസെറാടോപ്സ് തുടങ്ങിയ പ്രശസ്ത ദിനോസറുകൾ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പക്ഷികളും സസ്തനികളും ഈ കാലഘട്ടത്തിൽ പരിണമിച്ചു. ദിനോസറുകളുടെ വംശനാശം ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തോടെയാണ് ദിനോസറുകൾക്ക് കൂട്ടവംശനാശം സംഭവിച്ചത്. ഇതിനെ KPG വംശനാശം, മുൻപ് വംശനാശം എന്ന് വിളിക്കുന്നു. ഈ വംശനാശത്തിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഉൽക്കാപതനം. മെക്സിക്കോയിലെ യൂക്കാട്ടൻ ഉപദ്വീപിൽ യൂക്കട്ടാൻ പെനിൻസുല ചിക്സുലബ് എന്ന സ്ഥലത്ത് ഏകദേശം 145 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഉൽക്ക പതിച്ചതാണ് പ്രധാന കാരണം. ഈ ഉൽക്കപതനം ചുതായത പൊടിപടലങ്ങളും പാറകളും അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിട്ടു. ഇത് സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമി തണുക്കുകയും സസ്യങ്ങൾ നശിക്കുകയും ചെയ്തു. ഇത് ആഹാര ശൃംഖലയെ തകർത്ത് ദിനോസറുകൾ ഉൾപ്പെടെയുള്ള നിരവധി ജീവിവർഗങ്ങളുടെ വംശനാശത്തിന് കാരണമായി. 2, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഉൽക്കപതനത്തിന് മുമ്പ് തന്നെ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണമായിട്ടുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ഇന്ത്യയിലെ ഡെക്കാൻ ട്രാപ്സ് നടന്ന വൻതോതിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അന്തരീക്ഷത്തിൽ സൾഫറിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ആഗോള താപനിലയെ ബാധിക്കുകയും ചെയ്തിരിക്കാം. ഈ സാഹചര്യങ്ങൾ ദിനോസറുകളുടെ നിലനിൽപ്പിന് ഒരു വെല്ലുവിളിയായിരുന്നു. ഉൽക്കാപതനം അവയുടെ അന്ത്യം വേഗത്തിലാക്കി. ശേഷിച്ചവരും ആധുനിക പക്ഷികളും. നോൺ ഏവിയൻ ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചുവെങ്കിലും അവയുടെ ഒരു വിഭാഗം ദിനോസറുകൾ പക്ഷികളായി പരിണമിച്ചു എന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ആധുനിക പക്ഷികൾ ദിനോസറുകളുടെ നേരിട്ടുള്ള പിൻഗാമികളാണ്. ദിനോസറുകൾ ഇല്ലാതായതോടെ സസ്തനികൾക്ക് വളരാനും ആധിപത്യം സ്ഥാപിക്കാനും വഴിയൊരുങ്ങുകയും ഇത് മനുഷ്യന്റെ പരിണാമത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ദിനോസറുകളെ കുറിച്ചുള്ള പഠനം, അവയുടെ ഫോസിലുകൾ, പാദമുദ്രകൾ, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവയിലൂടെ ഇന്നും തുടരുന്നു. ഓരോ കണ്ടെത്തലുകളും ഈ അത്ഭുതകരമായ ജീവികളെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു.